ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന്റെ ആദ്യത്തെ ഒരു യാത്ര അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേയിലുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അതിരുമല വരെ ബോണക്കാട് ചെക്ക് പോസ്റ്റ് മുതൽ അതിരുമല വരെയുള്ള യാത്രയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആഴ്ച ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയുന്നത് അതിരുമല ബേസ് ക്യാമ്പ് മുതൽ, അതായത് സെക്കൻഡ് ഡേയിൽ അതിരുമല ബേസ് ക്യാമ്പ് മുതൽ അഗസ്ത്യാർകൂടം പീക്ക് വരെയുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണ്, ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് അതിരുമല ബേസ് ക്യാമ്പ് മുതൽ അഗസ്ത്യാർകൂടം ഏറ്റവും പീക്ക് വരെയുള്ള യാത്ര, അല്ലെങ്കിൽ അഗസ്ത്യമല ഏറ്റവും പീക്ക് വരെയുള്ള യാത്ര. ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു യാത്രയിൽ ഉള്ളത്. ഈ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അതിരുമല മുതൽ അഗസ്ത്യാർകൂടം വരെ, അഗസ്ത്യാർ പീക്ക് വരെയുള്ള ഈ ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ അപകടം നിറഞ്ഞ, കൂടുതൽ സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ് ഈ ഒരു യാത്ര. കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളും ഒക്കെയുണ്ട്. ഏതാണ്ട് 1800 മീറ്ററോളം ഉയരത്തിലാണ് നമ്മൾ കയറുന്നത്, ഈ ഒരു യാത്രയിൽ കയറുന്നത്. 7 മണിയാകുമ്പോഴാണ് യാത്ര നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ചെറിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പോകാനായിട്ട് തയ്യാറായി. ഒരുപാട് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കണ്ട് തിരിച്ചിറങ്ങാനായിട്ട് താമസിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയയിൽ കുറച്ച് കാട്ടുമൃഗങ്ങളുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കരടി, ആന ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് രാവിലെ നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് മേളിൽ പോയിട്ട്, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, എന്തെങ്കിലും മരം വീണ് വഴി ബ്ലോക്കായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആനയോ മറ്റ് കരടിയോ അങ്ങനെ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് കുറച്ച് വൈൽഡ് ലൈഫ് വാർഡന്മാർ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ അവർ പോയിട്ട് ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോയി അറിഞ്ഞ് ഒരു പെർമിഷൻ നമുക്ക് താഴെ അതിരുമലയിലേക്ക് തന്നാൽ മാത്രമേ നമുക്ക് ട്രക്കേഴ്സിന് അങ്ങോട്ട് യാത്ര അനുവദിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരു പെർമിഷൻ കിട്ടി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അഗസ്ത്യമല യാത്രയെ പലരും കാണുന്നത് പല രീതിയിലാണ്. ഒരു സ്പിരിച്വൽ ട്രിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആത്മീയതയുടെ ഒരു വൈബോട് കൂടി യാത്ര ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, ഇതൊന്നുമല്ലാതെ ഒരു യാത്ര എന്നുള്ള രീതിയിൽ കാണുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും പല ആളുകളും പല രീതിയിൽ കാണുന്ന ഒരു യാത്രയാണ് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ഈ ഒരു യാത്ര. തലേന്ന് രാത്രി മഴ ചെറുതായിട്ട് ചാറിയിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഈറനണിഞ്ഞിട്ടുള്ള ഈറ്റക്കാടുകളും അതുപോലെ തന്നെ പുൽമേടുകളും ഒക്കെ കടന്നാണ് നമ്മുടെ യാത്ര. എന്നാൽ ഇന്നലത്തെ യാത്രയെ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡെൻസ് ഫോറസ്റ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വനപ്രദേശമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു യാത്രയെക്കുറിച്ച്. കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ള, അല്ലെങ്കിൽ അപൂർവ സസ്യ ജന്തുജാലങ്ങളുള്ള ഒരു ഏരിയയാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അഗസ്ത്യമല. അതുപോലെ തന്നെ എന്താ പറയുക, ഏതാണ്ട് 2000-ലധികം ഔഷധ സസ്യങ്ങൾ ഈ ഒരു വനമേഖലയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളിൽ പലരും ആരോഗ്യ പച്ച എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ കാണി വിഭാഗത്തിൽപ്പെട്ടവരുടെ, അല്ലെങ്കിൽ കാണി എന്ന് പറയുന്ന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ പച്ച എന്ന് പറയുന്ന ഒരു സസ്യം അത് ഇവിടെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. വഴിയിലുടനീളം നമ്മൾ വേറെ എങ്കിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഓർക്കിഡുകൾ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അപൂർവ ഇനം സസ്യങ്ങളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടു. ആ ഒരു പീക്കിലേക്ക് എത്തും തോറും നമ്മുടെ യാത്ര കുറച്ചുകൂടെ സാഹസികമായിട്ട് മാറി. പാറക്കെട്ടുകൾ കാണാൻ തുടങ്ങി. പാറക്കെട്ടുകളിലൂടെ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് റോപ്പ് വടങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വടങ്ങളിൽ പിടിച്ച് വേണം നമ്മളത് കയറാനായിട്ട്. ജസ്റ്റ് കാലൊന്ന് തെറ്റിയാൽ പോലും അഗാധമായ കൊക്കയിലേക്ക് നമ്മൾ വീണ് പോകും. അതുപോലെ തന്നെ പാറക്കെട്ടുകളിൽ ശ്രദ്ധിച്ച് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഒരു ഏരിയയിൽ, ഈ കുത്തനെയുള്ള പാറക്കയറ്റങ്ങൾ കടന്ന് ചെല്ലുമ്പോഴുള്ള ഈ ഒരു യാത്ര. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാറ്റ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഈ കാറ്റിൽ വടത്തിൽ പിടിച്ച് മുകളിലേക്ക് ബാലൻസ് ചെയ്ത് കയറുക, അല്ലെങ്കിൽ കാറ്റിൽ നമ്മുടെ ശരീരം ബാലൻസ് ചെയ്ത് കയറുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. ഇനി ഞങ്ങളൊരു 11:30 അഗസ്ത്യമലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു. താഴ്വാരങ്ങളുടെ കാഴ്ച, നെയ്യാർ ഡാമിന്റെ കാഴ്ച, തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ മറ്റ് മലനിരകളുടെ കാഴ്ച, ഇതൊക്കെ നമ്മളെന്താ പറയുക, അത് വാക്കുകൾ കൂടി വിവരിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ കാണുന്നത്. മേഘങ്ങൾ നമ്മുടെ തലയിൽ തട്ടി കടന്നു പോകുന്ന പോലെയുള്ളൊരു ഫീല്, അതിവേഗം നീങ്ങുന്ന മേഘങ്ങൾ, കോടമഞ്ഞ്, കാറ്റ്, അതിഭയങ്കരമായ കാറ്റ്, ഇതൊക്കെയാണ് അഗസ്ത്യമലയുടെ ഏറ്റവും മുകളിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും
കഷ്ടപ്പെട്ട് ഇത് സാഹസികത നിറഞ്ഞ ഈ ഒരു യാത്ര നമ്മൾ അവസാനിപ്പിച്ച് ഏറ്റവും മുകളിലെത്തി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം അത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അവിടെ അഗസ്ത്യമുനിയുടെ ഒരു ചെറിയ പ്രതിമയുണ്ട്, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അങ്ങോട്ട് കുറച്ച് പോകുന്ന ഭാഗം കുറച്ച് ചെളി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് അകത്തേക്ക് ചെന്ന് പ്രതിമയുടെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയില്ല. അവരവിടെ ഒരു കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം അവിടെ നമുക്ക് ചെലവഴിക്കാൻ പറ്റില്ല. ഇത്രയും മുകളിലാണ്, നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ തണുപ്പ്, അതികഠിനമായിട്ടുള്ള തണുപ്പുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് അവിടെ ചെലവഴിച്ചു. അപ്പോഴത്തേക്കും മഞ്ഞ് മൂടി തുടങ്ങി, നല്ല മഞ്ഞ് ആ പ്രദേശങ്ങളൊക്കെ മൂടി തുടങ്ങി. തിരിച്ചുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മല ഇറങ്ങാനായിട്ട് തുടങ്ങി. ഏതാണ്ട് ഒരു അരമണിക്കൂറടുത്ത് മാത്രമാണ് നമ്മൾ അവിടെ ചെലവഴിച്ചത്. അഗസ്ത്യമലയിൽ നിന്നും തിരിച്ചിറങ്ങി അതിരമലയിലെത്തി. അവിടുന്ന് ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് താഴെ ബോണക്കാടേക്ക് യാത്ര തുടരാനാണ് നമ്മളെ ഒരു ഉദ്ദേശം. പക്ഷെ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പോകെ മനസ്സിലായി. കാരണം തിരിച്ചുള്ള ഇറക്കം അല്ലെങ്കിൽ തിരിച്ച് അതിരമലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എന്താ പറയുക, അത് കുറച്ച് കഠിനം തന്നെയായിരുന്നു. കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകുന്ന തന്നെയാണ്. സ്ഥിരം ട്രക്കേഴ്സിന് പ്രശ്നമില്ല എങ്കിൽ തന്നെയും നമ്മളെപ്പോലെയുള്ള വല്ലപ്പോഴും ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിവേ ഒരു തിരിച്ചുള്ള മലയിറക്കം ഒരു 2 മണിയായപ്പോഴത്തേക്കും നമ്മൾ അതിരമലയിൽ അവസാനിച്ചു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യാത്രയിൽ നമുക്ക് ഉണ്ടായ ഒരു വെല്ലുവിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു യാത്രയിൽ ഈ ഒറ്റ സ്ട്രെച്ച് നമ്മൾ ഫുൾ ഇറങ്ങുക, അല്ലെങ്കിൽ ബോണക്കാട് വരെ നമ്മൾ തിരിച്ചിറങ്ങുക. അതായത് ഈ ഒരു 6-7 കിലോമീറ്ററോളം നമ്മൾ അഗസ്ത്യമലയിലേക്ക്, അതിരമല ടു അതിരമല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു 8 ഏകദേശം 16 കിലോമീറ്ററോളം വരിക. പിന്നീട് ഒരു 25 കിലോമീറ്ററോളം നമ്മൾ തിരിച്ച് ബോണക്കാടേക്ക് അറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു കഠിനമാണ്. സ്ഥിരം യാത്രക്കാർക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരം പോകുന്ന ആൾക്കാരല്ല എന്നതുകൊണ്ട് തന്നെ ഈ തിരിച്ചുള്ള യാത്ര കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഏതാണ്ട് ഒരു 2-3 മണി വരെയൊക്കെ മാത്രമേ അതിരമലയിൽ നിന്ന് തിരിച്ച് ബോണക്കാടേക്കുള്ള യാത്ര അവർ പെർമിറ്റ് ചെയ്യുള്ളൂ. കാരണം രാത്രി നമ്മൾ ബോണക്കാടേക്ക് എത്തുമ്പോൾ 25 കിലോമീറ്ററോളം നമ്മൾ തിരിച്ച് യാത്ര ചെയ്ത് ബോണക്കാട് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് വൈകും, ഒരുപാട് രാത്രിയാവും. രാത്രി ഒരുപാട് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആനയോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അതിരമലയിൽ നിന്നും പോന്നു കഴിഞ്ഞാൽ മാത്രമേ അവരത് പെർമിറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ അവിടുന്ന് പോരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു അതിരമലയിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. തിരിച്ചുള്ള യാത്ര ഒരുപാട് വൈകി. എന്താ പറയുക, നമ്മൾ ബോണക്കാട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി. 7 മണിയല്ല, ഒരു 8 മണിയോളം തന്നെ ആയി. നല്ല രാത്രിയായി, നല്ല ഇരുട്ടായി. ആ ഒരു യാത്ര കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ഭീതിജനകമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നമ്മളിത് പേടിപ്പിച്ചു എന്ന് പറയാം. എനിവേ നമ്മളൊരു 8 മണിയോട് കൂടി തന്നെ എന്ന് തോന്നുന്നു, ഒരു 8 മണി രാത്രി നല്ല ഇരുട്ടുള്ള സമയത്താണ് നമ്മൾ ബോണക്കാട് എത്തിയത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും പോകേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്ക് തന്നെയാണ് അഗസ്ത്യാർകൂടം ട്രക്ക്. പോയി കണ്ട കാഴ്ചകൾ, അല്ലെങ്കിൽ പോയി നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നറിയാം. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആദ്യ ഭാഗം നമ്മുടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. വീഡിയോ ആദ്യ ഭാഗത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ.